PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. HSI സോഷ്യൽ സയൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. HSI സോഷ്യൽ സയൻസിന് വേണ്ടി കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠനം ആരംഭിക്കേണ്ട സമയം ആയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് പഠനം ആരംഭിക്കാം. കൃത്യമായി സിലബസ് അറിഞ്ഞ് എങ്ങനെ ടൈം ടേബിൾ ബേസ്ഡ് എങ്ങനെ കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പഠിക്കണം, അതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണ് തുടങ്ങി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSI സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്യാതെ കേട്ടോ. കൂടുതൽ ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ HSI സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രാമകൃഷ്ണ മിഷനെ കുറിച്ചും ശ്രീ രാമകൃഷ്ണ പരമഹംസറെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് HSI സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം ശ്രീ രാമകൃഷ്ണ മിഷനും ശ്രീ രാമകൃഷ്ണ പരമഹംസറും. അപ്പൊ നമുക്ക് ആദ്യം ശ്രീ രാമകൃഷ്ണ മിഷനെ കുറിച്ച് പഠിക്കാം കേട്ടോ. രാമകൃഷ്ണ മിഷൻ ശ്രീ രാമകൃഷ്ണ പരമഹംസയോടുള്ള ആദര സൂചകമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ് ആര്? എന്ത്? രാമകൃഷ്ണ മിഷൻ. അപ്പൊ ആരാണ് ഈ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദൻ. ആരാണ് ഇപ്പൊ തന്നെ പഠിച്ചേ? സ്വാമി വിവേകാനന്ദനാണ് എന്ത് ചെയ്തത്? നമ്മുടെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഏത് വർഷം? 1897. എവിടെയാണ്? ബേലൂർ. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേലൂർ ആണ് കേട്ടോ. ഈ ബേലൂർ എവിടെയാ? ബേലൂര് കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോ ശ്രീ രാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായി സ്വാമി വിവേകാനന്ദനാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. എവിടെ? ബേലൂര്. കൊൽക്കത്ത ബേലൂരാണ് ഇതിന്റെ ആസ്ഥാനം. 1897. ഇനി രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ഏതാ? ശാരദാ മഠമാണ് കേട്ടോ. എന്താണ്? ശാരദാ മഠമാണ് രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം എന്ന് പറഞ്ഞതാണ്. ശാരദാ മഠമാണെന്ന് ഓർക്കുക. ഇനി രാമകൃഷ്ണ മിഷന്റെ ആശയങ്ങൾ എന്താ? പ്രധാനമായിട്ടും രണ്ട് ആശയങ്ങളാണ് രാമകൃഷ്ണ മിഷൻ ഉള്ളത്. ഒന്ന്, ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെയും എതിർക്കുക. ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെയും സമൂഹത്തിലെ എതിർക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സ്വതന്ത്ര ചിന്തയെയും പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെയും എതിർക്കുകയും ചെയ്യുക എന്നതാണ് എന്ത്? രാമകൃഷ്ണ മിഷന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദര സൂചകമായി സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. ആസ്ഥാനം ബേലൂർ, കൊൽക്കത്തയിലെ ബേലൂരാണ്. അതുപോലെ തന്നെ 1897 സ്ഥാപിക്കുന്നത്. ഇതിന്റെ വനിതാ വിഭാഗം ശാരദ മഠമാണ്. പ്രധാന ആശയങ്ങൾ എന്താണ്? ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെയും എതിർക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക. ഇനി ശ്രീ രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. രാമകൃഷ്ണ പരമഹംസരുടെ പ്രത്യേകത എന്താ? ദക്ഷിണേശ്വരത്തെ സന്യാസി എന്തെന്നറിയപ്പെടുന്നു അദ്ദേഹം? ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് അറിയപ്പെടുന്നു. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാ? ശ്രീ രാമകൃഷ്ണ പരമഹംസരാണെന്ന് ഓർക്കുക. അതുപോലെ മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ്. ശ്രീകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മുജാദർ ആണ് കേട്ടോ. പ്രതാപ് ചന്ദ്ര മുജാദർ ആണ് ശ്രീകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസരെ സന്ദർശിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ അത് 1881 കേട്ടോ. ശ്രീരാമകൃഷ്ണ പരമഹംസര് സമാധി ആവുന്നത് 1886 ഓഗസ്റ്റ് 16 അപ്പോ 1881 വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസരെ സന്ദർശിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധി ആയത് 1886 ഓഗസ്റ്റ് 16 അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയുടെ പേര് ശാരദാമണി എന്നാണ്. എന്താണ്? ശാരദാമണി എന്നതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയുടെ പേര് എന്നോർക്കുക. ശ്രീകൃഷ്ണ രാമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച് പ്രതാപ് ചന്ദ്ര മുജാദർ ആണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നാണ് ആരറിയപ്പെടുന്നത്? ശ്രീരാമകൃഷ്ണ പരമഹംസര് അറിയപ്പെടുന്നത് എന്നുകൂടി ഒന്ന് ഓർക്കുക കേട്ടോ. നമുക്കിനി സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പഠിക്കാം കേട്ടോ. സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് എന്നാ? 1863. 1863
ജനുവരി 12-ാം തീയതിയാണ് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവെന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിക്കുന്നു. എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ്. ആരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവെന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർക്കുക. ദേശീയ യുവജനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? നമ്മൾ പറഞ്ഞിരുന്നു സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് 1863 ജനുവരി 12-നാണ്. ഈ ജനുവരി 12-ന്റെ പ്രത്യേകത എന്താ? ദേശീയ യുവജന ദിനമായിട്ടാണ് ജനുവരി 12 ആചരിക്കുന്നത്. ജനുവരി 12 ആരുടെ ജന്മദിനമാണ്? വിവേകാനന്ദന്റെ ആണ് കേട്ടോ. അതുകൂടി നിങ്ങളൊന്ന്. ഇനി സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം ചോദിക്കുവാണെങ്കിൽ നരേന്ദ്രനാഥ് ദത്തയാണ്. എന്താണ്? നരേന്ദ്രനാഥ് ദത്തയാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്ന് ഓർക്കുക. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാ? ശ്രീ രാമകൃഷ്ണ പരമഹംസരാണ്. ആരാണ്? ശ്രീ രാമകൃഷ്ണ പരമഹംസരാണ്. അപ്പോ ഈ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതെന്ന് പറഞ്ഞല്ലേ? തന്റെ ഗുരുവിനോടുള്ള അകമഴിഞ്ഞ ബഹുമാനവും ആദരസൂചകവും കൊണ്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ അദ്ദേഹത്തിന്റെ പേര്, അതായത് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ പേരിൽ തുടങ്ങുന്നത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത് സദസ്സിനെ അഭിസംബോധന ചെയ്ത ദിവസം ചോദിക്കുവാണെങ്കിൽ 1893 സെപ്റ്റംബർ 11-ാം തീയതിയാണ് കേട്ടോ. അപ്പോ എന്നാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത് സദസ്സിനെ അഭിസംബോധന ചെയ്തത്? 1893 സെപ്റ്റംബർ 11-നാണ്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി ചോദിക്കുവാണെങ്കിൽ അതാരാ? രാജാ രവിവർമ്മയാണ് കേട്ടോ. എന്നാണ്? രാജാ രവിവർമ്മയാണ്. ഇനി 1899 1899-ലും 1900-ലും പാരീസ് റിലീജിയൻസ് കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യ നേതാവ് ചോദിക്കുവാണെങ്കിൽ സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. 1899 മുതൽ 1900 വരെ പാരീസിലെ റിലീജിയൻസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ആര്? സ്വാമി വിവേകാനന്ദൻ എന്നുകൂടി ഓർക്കുക. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് ആരാ സ്ഥാപിച്ചേ? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് 1894 സ്ഥാപിക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കണേ. ഇനി ഗീതയിലേക്ക് മടങ്ങുക എന്ന് വലിയൊരു കോട്ടുണ്ടല്ലോ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാ? സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. അപ്പോ സ്വാമി വിവേകാനന്ദനാണ് എന്ത് ചെയ്ത്? ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത്. അതുപോലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സ്വാമി വിവേകാനന്ദനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? കേരളത്തിൽ പണ്ട് കാലത്ത് ഒരു വഴിയിലൂടെ അവർണനും സവർണനും ഒക്കെ നടക്കുന്നതിൽ, അതായത് മേർന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി നടക്കുന്ന വഴിയിലൂടെ കീഴുന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി നടക്കാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള വിലക്കുകൾ ഉണ്ടായിരുന്നു. മേൽജാതിക്കാർ മാത്രം തൊഴുന്ന അമ്പലങ്ങളിൽ കീഴ്ജാതിക്കാർ തൊഴാൻ പാടില്ല. ഇത്തരത്തിലുള്ള അതികൊടീരമായിട്ടുള്ള ദുരാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കേരളത്തിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചെന്ന 1892-ലാണ് കേട്ടോ കേരളം സന്ദർശിക്കുന്നത്. ഒരു ശിഷ്യന്റെ ഡയറി കുറിപ്പുകൾ രചിച്ച വിവേകാനന്ദ ശിഷ്യനാണ് ശരത്ചന്ദ്ര ചക്രവർത്തി. എന്താണ്? ഒരു ശിഷ്യന്റെ ഡയറി കുറിപ്പുകൾ രചിച്ച വിവേകാനന്ദന്റെ ശിഷ്യൻ ചോദിക്കുവാണെങ്കിൽ ആരാണ്? ശരത്ചന്ദ്ര ചക്രവർത്തി ആണെന്ന് കൂടി ഓർക്കുക. ഇനി നമുക്ക് വിവേകാനന്ദന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുകൾ കുറച്ച് പരിചയപ്പെടാം കേട്ടോ. ഏതൊക്കെയാണ് ആ കോട്ടുകൾ? ഒന്നാമത്തേത് എന്താ? ദാരിദ്ര്യരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കാം, മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും. അപ്പൊ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് കുറച്ച് അനുകമ്പയുള്ളവരെ, അനുതാപമുള്ളവരെ ഞാൻ എന്ന് വിളിക്കുന്നു? മഹാത്മാവെന്ന് വിളിക്കും. ആ സമയത്ത് ദാരിദ്ര്യരോട് യാതൊരു അനുഭാവവും കാണിക്കാത്തവരെ ദുരാത്മാവ് എന്ന് ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. സെക്കൻഡ് കോട്ട് എന്താണ്? സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കത്തിലാണ്. സംഘടനയുടെ ശക്തി, അതിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ രഹസ്യം എന്താ? ശക്തി എന്ന് പറയുന്ന ആ രഹസ്യം എന്തിലാ നിൽക്കുന്നേ? സംഘടനയുടെ അച്ചടക്കത്തിലാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ്. എന്താണ് മൂന്നാമത്തെ കോട്ട്? സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണെന്ന് പറഞ്ഞ വ്യക്തി. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ്. ധനമല്ല ആവശ്യം, പദവിയല്ല ആവശ്യം, അധികാരമല്ല ആവശ്യം, മറ്റെന്താണ് ആവശ്യം? വിവേകമാണ് ഒരു മനുഷ്യന്റെ ആവശ്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളും നമ്മുടെ നാടിന് ആവശ്യം. നമ്മുടെ നാടിന് എന്താണ് ആവശ്യം? ഇരുമ്പുള്ള മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്.
പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപമാനിക്കുന്നവന് തുല്യമാണ്. എന്താണ്? പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപമാനിക്കുന്നവന് തുല്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നു നാലാമത്തെ കോട്ട എന്തായിരുന്നു? ധനവും പദവിയും അധികാരവും അല്ല ആവശ്യം, വിവേകമാണ്. അഞ്ചാമത്തെ കോട്ട എന്തായിരുന്നു? ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം. ആറാമത്തെ കോട്ട എന്തായിരുന്നു? പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപമാനിക്കുന്നവന് തുല്യമാണ്. ഏഴാമത്തെ കോട്ട എന്തായിരുന്നു? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമിയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. അല്ലെ? മഹത്തായ രണ്ട് വ്യവസ്ഥകളായിട്ടുള്ള ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പൊ ദാരിദ്ര്യയുടെ അനുപാതമുള്ളവനെ ഞാൻ മഹാത്മാവെന്നും മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും വിളിക്കും. സംഘടന ശക്തിയാണ് അവന്റെ രഹസ്യം അച്ചടക്കമാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ്. ധനവും പദവിയും അധികാരമല്ല ആവശ്യം, വിവേകമാണ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപമാനിക്കുന്നവന് തുല്യമാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത്രയും വളരെ പ്രധാനപ്പെട്ട 7 കോട്ടുകളും സ്വാമി വിവേകാനന്ദന്റേതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചു? രാമകൃഷ്ണ മിഷനെ കുറിച്ചും രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീ രാമകൃഷ്ണ പരമഹംസർ, രാമകൃഷ്ണ മിഷൻ ആര് സ്ഥാപിച്ചേ? നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. സ്വാമി വിവേകാനന്ദൻ ആരുടെ പേര് സ്ഥാപിച്ചു? ശ്രീ രാമകൃഷ്ണ പരമഹംസർ, അതായത് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ എന്താണ് ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരു സ്മരണയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. HSC സോഷ്യൽ സയൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും ടൈം ടേബിളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ സ്റ്റഡി പ്ലാനും അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSC സോഷ്യൽ സയൻസ് എന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.